ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നാം ഇന്നലെ കാണുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ചാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം തിരുവചനത്തിലും സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 12, 13, 14 തിരുവചനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. 7 പ്രധാന ദാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയുക. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭയം, ദൈവഭക്തി. ഈ 7 ദാനങ്ങൾ നമ്മളെ ഏവരെയും ആത്മീയമായി പണിതുയർത്തും. ഈ ദാനങ്ങൾ ലഭിക്കുവാൻ വേണ്ടി 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പത്രോസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 38-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിനുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. 2 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. 1, പശ്ചാത്തപിക്കണം. 2, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിനുള്ള ജ്ഞാനസ്നാനം സ്വീകരിക്കണം. അപ്പോൾ ദൈവത്തിന് ദാനം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് ദാനം ലഭിക്കുന്ന വ്യക്തികളിൽ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും. അവർ സന്മാർഗത്തിലൂടെ ചരിച്ചുകൊണ്ടേയിരിക്കും. തെറ്റായ വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയില്ല. 2, അവരെപ്പോഴും ശാന്തതയും എളിമയും ആത്മസംയമനവും എടുത്തു കാണുവാൻ കഴിയും. മറ്റൊരു പ്രത്യേകത, അവർ പ്രായശ്ചിത്ത പ്രവൃത്തികളും പ്രയത്നങ്ങളും അവരുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും. അവർ അലസരായിരിക്കുകയില്ല. അതുപോലെ തന്നെ വ്യർത്ഥ സംഭാഷണത്തിൽ നിന്ന്, ലൗകികമായ സംഭാഷണത്തിൽ നിന്നെല്ലാം അവർ അകന്നു നിൽക്കും. മോശമായ കൂട്ടുകെട്ടുകളിൽ അവർ പോകാതെ ആത്മാവ് അവരെ ശരിയായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുന്നത് കാണുവാൻ കഴിയും. സ്നേഹമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്. 14-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുക: ഈ ലോകത്തിലായിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക സാധ്യമല്ല. കാരണം അത് അവരെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങൾ അവനെ അറിയുന്നു. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തികളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകും. അവർ പശ്ചാത്തപിക്കുകയും യേശുവിൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അവർക്ക് ലഭിക്കും. ഈ ദാനം നമ്മളെ ആത്മീയമായി വളർത്തുകയും നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യും. എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ജോലിയിലായിരിക്കുന്നവർക്കും ഈ ഭൂമിയിലായിരിക്കുന്ന ഏവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ദാനം ആവശ്യമാണ്. നമ്മുടെ ഹൃദയവും കണ്ണുകളും ചിന്തകളുമെല്ലാം ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമർത്ഥമായി നൽകണമേ. പാപികളും ബലഹീനരും അയോഗ്യരാണെങ്കിലും ദൈവം നിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുന്നു. ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ ആത്മാവിൻ്റെ ദാനങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സകലരിലേക്കും അവിടുത്തെ ആത്മാവിൻ്റെ ദാനം വർഷിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.